പക്ഷെ ഞാൻ എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം പറഞ്ഞു, നല്ല മാതൃക അതാണ്. തെളിയിക്കുമ്പോൾ തിരിച്ചു വരാമല്ലോ, അങ്ങനെ വന്നിട്ടുണ്ടല്ലോ. ഇതിനു മുമ്പും ഒരു വ്യാജമാണ് ഈ പരാതിയെങ്കിൽ ആ വ്യാജമായ പരാതി പരിശോധിക്കപ്പെടണം. വ്യാജമായതാണെങ്കിൽ അത്തരം ആളുകളെ പേരിൽ ഇന്നലെ വളരെ കൃത്യമായിട്ട് പൃഥ്വിരാജ് ഒരു മറുപടി കൊടുത്തു. പരാതി ഉന്നയിച്ചവർ വ്യാജമാണെങ്കിൽ അതും പരിശോധിക്കപ്പെടണം. പക്ഷേ ഏറ്റവും നല്ലത് എന്താണ്? നമ്മൾ സമൂഹത്തിൽ നൽകുന്ന ഒരു സന്ദേശം എന്തായിരിക്കണം അല്ലേ? അതാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. അത് സുരേഷ് ഗോപിയോട് ചോദിക്കണം, എന്നോട് ചോദിച്ചിട്ട് ഒരു കാര്യമില്ല. നിങ്ങളതാരും വാർത്തയാക്കിയില്ലല്ലോ. വളരെ ചെറിയൊരു വാർത്തയായിരുന്നു അത്. ചർച്ചയായിരുന്നു അല്ലേ? അല്ല, അത് ഓരോരാളെ ഒരു രീതിയല്ലേ. അതെ, ശരിക്കും പറഞ്ഞാൽ നമ്മൾ മാധ്യമങ്ങളോട് സംസാരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ മറ്റ് ആളുകളോട് സംസാരിക്കുന്നത് നമ്മളൊരു നേതൃത്വം പാലിക്കുക, അതല്ല നമ്മളൊരു നല്ലത്. അദ്ദേഹം നല്ല മനുഷ്യനാണ് സുരേഷ് ഗോപി. അപ്പോൾ അദ്ദേഹത്തോട് നിങ്ങൾ ചോദിക്കുക ഇങ്ങനെ സംഭവിച്ചത്. അല്ല, അദ്ദേഹം പറഞ്ഞ അദ്ദേഹം വലിയൊരു നിർദ്ദേശമാണ് മുന്നോട്ട് വെച്ചത്. കാരണം അദ്ദേഹം ബാർബർ ഷോപ്പിൽ നിന്ന് ഇറങ്ങി വന്നാൽ ആ ബാർബർ ഷോപ്പിൽ എങ്ങനെ മുടിവെട്ടി എന്നുള്ള കാര്യം അപ്പോൾ ആ ഒരു കേന്ദ്രമന്ത്രി പറഞ്ഞ ഒരു നിർദ്ദേശമാണ്. അദ്ദേഹം സിനിമ നടന്നപ്പോഴത്തേക്ക് തൃശ്ശൂരിലെ ആളുകൾ തെരഞ്ഞെടുത്തൊരു ജനപ്രതിനിധി കൂടി. വാസ്തവത്തിൽ അതൊക്കെ പറയുമ്പോൾ കുറച്ചൊരു അവധാനത വേണ്ടതല്ലേ? തീർച്ചയായും നമ്മൾ ജനപ്രതിനിധി ആയാലും ഇനി സാധാരണ ആരായാലും നമുക്ക് അത്തരം കാര്യത്തിൽ അവധാനത ഉണ്ടാവും. നല്ലതാണ്.